മൈ ഡിയർ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഈ മാസ്കും ഗ്ലാസും ഒന്നുമില്ലാതെ എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ വന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. എവിടെ കുറ്റകൃത്യം നടന്നാലും സാറെങ്ങനെ കൃത്യസമയത്തെത്തി അവരെ രക്ഷിക്കുന്നേ? ഇന്ന് പിന്നെ എന്നെ തെറ്റിദ്ധരിച്ചോ? ഇതൊക്കെ സാർ, ഇവന്മാർ ഇനി ഒരു കുട്ടികളെ ഉപദ്രവിക്കാത്ത രീതിയിൽ FIR എഴുതി അകത്താക്കണം. അതൊക്കെ സാറ് ചെയ്യുന്ന ഉറപ്പല്ലേ? അല്ലേ സാറേ? പിന്നെന്താ, ഉറപ്പായും ഞാൻ അത് ചെയ്തിരിക്കും. സാറേ, നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതല്ലേ? എന്ത് ഫുഡ്? ഡ്യൂട്ടി ഫസ്റ്റ്. ഇവന്മാരെല്ലാം ലോക്കപ്പിലാക്കിയിട്ടേ ഇന്നിനി ഫുഡുള്ളൂ. കയറ്റണോ എല്ലാവരും വണ്ടി? ഫുഡ് കഴിക്കാനും പറ്റിയില്ല. സാറിന്റെ ആൾക്കാര് കൃത്യസമയത്താ കുഞ്ഞിനെ രക്ഷിച്ചത്. അവര് പാഞ്ഞെത്തി ഈ ഗുണ്ടകളെല്ലാം അടിച്ചു ശരിയാക്കി. എനിവേ, താങ്ക് യു സർ. വെൽക്കം. പിന്നെ ആരാ അവന്മാര്? അതൊക്കെ എന്റെ ട്രെയിനിങ്ങാ. ഞാൻ പറയുന്നു, അവർ ചെയ്യുന്നു. ഓ മൈ ഗോഡ്. എല്ലാം ഓക്കെ. അതെ അതെ. ഇപ്പൊ ഇവിടെ ക്രമസമാധാന പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല സർ. ഓക്കെ, അപ്പൊ ബൈ സർ. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ശരി സർ. ശരി സർ. വണ്ടി എടുക്കണോ? കിരൺ, വാ, നമുക്ക് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. വാ. മോളെ, നനിമൊക്കൊന്നും പറ്റില്ലല്ലോ. മോളെ, നിങ്ങളിപ്പോ എവിടുന്ന് വരുന്നു? അതെ, നിങ്ങളെ കഴിക്കാൻ വിളിച്ചപ്പോ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? അത് ഞങ്ങള് വന്നതല്ലല്ലോ. പിന്നെ ഞങ്ങള് വരുത്തിയതല്ലേ. ആര്? ഞങ്ങളുടെ സ്കൂളിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു ധ്വനിമോളെ ആരോ എടുത്തോണ്ട് പോയിന്നൊക്കെ. സ്കൂളാ ഈ സമയത്ത്? എന്താ പ്രശ്നമെന്നറിയാൻ ഞങ്ങൾ വന്നപ്പോ പോലീസിന്റെ ആൾക്കാർ വന്ന് മോളെ രക്ഷിച്ചു. ഞങ്ങൾ വന്നപ്പോ ധ്വനിമോള് ഓടിപ്പോയി കഴിഞ്ഞു. ഗുണ്ടകളെ രക്ഷപ്പെടാൻ നോക്കിയപ്പോ CI സാറും എത്തി. നിങ്ങൾ ഈ പറയുന്ന ടൈമിംഗ് ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലല്ലോ. അതെ, അത് പിന്നെ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ. അത് ടെൻഷനിൽ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഓർഡർ ഒന്നും കറക്റ്റ് ആവാത്തതാ. അതെ, പക്ഷേ സംഭവം കറക്റ്റാ, അല്ലാതെ ഞങ്ങളോട് വരില്ലല്ലോ. അതെന്തെങ്കിലും ആട്ടെ, ധനിമോൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. വാ പോവാം. നിങ്ങൾ നോക്കി. ഒന്നും കറക്റ്റ് അല്ല കേട്ടാ പ്രതി. പോയേക്കാം. പിടിച്ചോളാം. അങ്ങനെ കോളേജ് ലൈഫ് ഓർമ്മകളൊന്നും തരാതെ വെറുതെ അങ്ങ് പോയി. എന്റെ അവസ്ഥ അതൊക്കെ തന്നെയായിരുന്നു. ആണോ? പിന്നെ ഏതെങ്കിലും വായി നോക്കികളൊക്കെ വന്ന് പ്രപ്പോസ് ചെയ്യും. പക്ഷെ അതൊന്നും വെറുത്തായിരുന്നില്ല. പിന്നെ നമുക്കൊരു ക്രഷൊക്കെ തോന്നണ്ടേ? അത് ശരിയാ. സ്വർഗം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ജോലി ഭാരം ഇല്ലായിരുന്നു, അല്ലേ നാത്തൂനെ? ആ നാശത്തിന്റെ പേരൊന്ന് പറയാതിരിക്കാവോ? അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ശരിയടി, ഞാൻ നാളെ വിളിക്കാം. അവിടെ എല്ലാവരും വന്നു അല്ലേ? അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. അഞ്ജു, ഇങ്ങോന്നേ. ആരാ ഫോണില്? +2 കൂടെ പഠിച്ച ഫ്രണ്ടാ. ഒരു PX എക്സാമിന് കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ആ നാത്തൂനെ,
വടക്കേ പറമ്പിലെ രമചേച്ചി അഞ്ജനൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നു. അത് ശരി. അമ്മ ഈ ലോകത്തുള്ള എല്ലാവരോടും എനിക്ക് ചെറുക്കൻ അന്വേഷിച്ച് നടക്കണോ? അത് ഞാൻ കഴിഞ്ഞ മാസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ചേച്ചി നിന്റെ കല്യാണ കാര്യം ചോദിച്ചു. അപ്പോ ആരെങ്കിലും ഉണ്ടോന്ന് പറയാനേ പറഞ്ഞുള്ളൂ. എന്നിട്ട് അവരെന്തു പറഞ്ഞു? നല്ല ആലോചനയാണോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല, നിന്റെ കല്യാണ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. ചേച്ചി പറഞ്ഞ ആലോചന കൊള്ളാന്ന് തോന്നുന്നു. പയ്യൻ പഞ്ചായത്തിലെ ക്ലർക്കാ. പിന്നെ വീട്ടിലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 50 പവനാ അവര് ചോദിക്കുന്നത്. അയ്യോ, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയ്ക്ക് 50 പവൻ എന്നൊക്കെ പറഞ്ഞ എത്ര രൂപ വേണം? അതാ എനിക്കും ടെൻഷൻ. പിന്നെ ഒരു വഴിയുള്ളത് അഷിതയാ. അവള് വിചാരിച്ചാ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? അവൾ എന്ത് ചെയ്യാനാ? കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയില്ലല്ലോ. പോരാത്തതിന് ഇത്തിൽക്കണ്ണി പോലെ ദുർഗം കയറി കൂടിയിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ എങ്ങനെ സഹായം ചോദിക്കും? ഇല്ലാത്ത കാശുണ്ടാക്കി കല്യാണം നടത്തിയിട്ട് അവസാനം അയാൾ ആ സ്വർണം മുഴുവൻ എടുത്ത് എന്നെ കൊന്നു കളഞ്ഞ ഞാൻ എന്ത് ചെയ്യും? കാശൊന്നും വാങ്ങാതെ കെട്ടാൻ പറ്റുന്നവ എന്നെ കെട്ടിയാ മതി. നോക്കിയിരുന്നോ, ഇപ്പൊ വരും. അല്ല പിന്നെ നീ എന്താ പ്രതി ഇത്രയും വൈകിയത്? സാറൊന്ന് വരുന്ന പറഞ്ഞല്ലേ? ഞാനിപ്പോ ഒന്ന് പുറത്തിറങ്ങാൻ പെടുന്ന പാടെ എനിക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വെറുതെ ഉത്തരവിട്ടാ മതിയല്ലോ. നീ ഇതുവരെ മേനോനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇന്ന് കാണാം. മേനോ സാർ വന്നു. ഹായ് മൈ ഡിയർ പാർട്ട്നേഴ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഈ മാസ്കും ഗ്ലാസും ഒന്നുമില്ലാതെ എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ വന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. കൂട്ടത്തിലെ ഒറ്റുകാരൻ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും പോലീസിൽ അറിയിക്കുന്നുണ്ട് എന്ന്. എനിക്ക് സംശയം പൃഥ്വിയായിരുന്നു. ഇവനെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും ഫെയിലായി നഷ്ടങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും അവന്റെ തെറ്റായിരുന്നില്ല എന്നെനിക്കിപ്പോ വിശ്വാസമായി.